പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ഇടതുപക്ഷം സംസ്ഥാന സർക്കാരെല്ലാം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിനെങ്ങനെ ആ കാര്യത്തിൽ കൂടുതൽ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം വലിയ ആശങ്കയിൽ തന്നെയാണ് ഇടതുമുന്നണിയെല്ലാം ഉള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് എം വി ഗോവിന്ദൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായതും അതുതന്നെയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ആണ്. ഇപ്പോൾ വാസുവിന് ശേഷം ഇപ്പോൾ പത്മകുമാർ കൂടി അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നു. ഒന്നൊന്നായി അയ്യപ്പൻ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയും. തീർച്ചയായും പത്മകുമാറിൻ്റെ അറസ്റ്റ് വളരെ നിർണായകമാണ്, വളരെ സ്വാഗതാർഹമാണ്. SITയുടെ ഒരു ധീരമായ നടപടി എന്ന് തന്നെ പറയാം നമുക്ക് ആ കാര്യത്തിൽ. ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റോടെ ഒരു കാര്യം വ്യക്തമായി. ഇത് കേവലം ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിക്കൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു സംഭവം മാത്രമാണ് എന്ന് പറഞ്ഞ് ഇനി ആർക്കും കൈയിടാൻ സാധ്യമല്ല. ഇതിൽ പത്മകുമാർ CPMൻ്റെ സമുന്നതനായ നേതാവാണ്, പത്തനംതിട്ടയിലെ മുൻ MLA ആണ്, ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അക്കാലത്ത് CPMൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു നേതാവിനെ തന്നെയാണ് അവർ CPM ഈ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് നിയോഗിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാറിൻ്റെ അറസ്റ്റിലൂടെ CPM വളരെയധികം പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. CPM അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന വളരെ പരിഹാസ്യമാണ്. സത്യത്തിൽ അദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് പറഞ്ഞ് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ CPM എടുത്തിരിക്കുന്നത്. ആദ്യമേ വെന്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്, മുഴുവൻ വേവ് വരെ കാക്കാനാണ്. പത്മകുമാറിനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പത്മകുമാറിനെ തള്ളിപ്പറയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ന്യായീകരണമാണ് ഇത് പാതി വെന്തിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത്. അദ്ദേഹം പറയുന്ന ന്യായീകരണമാണ്. ഈ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ഈ ഒരു ന്യായീകരണം അദ്ദേഹം എല്ലാ വിഷയത്തിലും നടത്താറുണ്ടോ? ഇല്ല. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർ ഇതുപോലുള്ള കേസുകളിൽപ്പെട്ടാൽ ഉടനെ തന്നെ രാജിവെക്കണം, പുറത്താക്കണം എന്നൊക്കെ അവർക്കെതിരെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള ഗോവിന്ദൻ ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ ഒരു സമുന്നതനായ നേതാവ് സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് വാസുവിൻ്റെ പിന്നാലെ ജയിലിലേക്ക് പോകുമ്പോൾ അത് ഇനി മുഴുവൻ കേസ് വരട്ടെ, കോടതിയുടെ വിധി വരട്ടെ എന്ന് പറയുന്നത് മുഖം രക്ഷിക്കാനുള്ളൊരു പരിപാടിയാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നൊരു അങ്ങേയറ്റം പരിഹാസ്യമാണ്, നാണക്കേടുണ്ടാക്കുന്നതാണ്. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്. ഇപ്പോൾ പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയതും പത്മകുമാറിന് ഇതിൻ്റെ വേണ്ട ഒത്താശ ചെയ്ത് കൊടുത്തതൊക്കെ രാഷ്ട്രീയ നേതൃത്വം, ആ രാഷ്ട്രീയ നേതൃത്വത്തിൽ ആരൊക്കെ പെടും? അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉത്തരം പറയണ്ടേ? ഇത്തരം കാര്യങ്ങളിലേക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ CPM നേതൃത്വം അങ്ങേയറ്റം പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് CPM മുഖ്യമന്ത്രിയുടെ പാർട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ വളരെ വലിയ കുറ്റാരോപിതമായി പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലായത്. ഇപ്പോൾ CPMൻ്റെ മറ്റൊരു നേതാവ് സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അയ്യപ്പൻ ആരെയും വിടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പനിലാണ് നമ്മുടെ വിശ്വാസം. അയ്യപ്പൻ കുറ്റം ചെയ്തവരെ മുഴുവൻ അഴിക്കുള്ളിലാക്കുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസികൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. വിശ്വാസികളുടെ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പത്മകുമാർ ഇത് ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് നമുക്ക് ഒരിക്കലും കരുതാനാവില്ല. തീർച്ചയായിട്ടും പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെ ഒരു പങ്ക് CPMലേക്ക് എത്തിക്കൂടായിക ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് നിഗമനത്തിലേക്ക് എത്തിക്കൂടെ? ആർക്കൊക്കെ അതിനകത്ത് പങ്കുണ്ട്, ആരൊക്കെ അതിനകത്ത് പങ്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് SITയുടെ ഇനി തുടർന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമാകും. SIT അതിന് തയ്യാറാകുമോ? അതിനുള്ള ആർജവവും കൂടി SITക്ക് വരുമ്പോഴാണ് ഹൈക്കോടതി വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ അവരെ ആ നിലയ്ക്ക് മുന്നേറുന്നു എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിലേക്ക് കടന്നാൽ നമുക്ക് പറയാൻ സാധിക്കും ഹൈക്കോടതിയുടെ ആ വിശ്വാസത്തിനനുസൃതമായിട്ട് അന്വേഷിച്ച് ഒരു പൂർണ്ണമായും സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യം ഈ കൊള്ളയുടെ പങ്ക് ഈ പറയുന്ന CPMൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്ത് നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അവരുടെ വാദം. ഇങ്ങനെ സ്വർണം കൂടുതലാണ്, 7 ഗ്രാം സ്വർണം കൂടുതലാണ് എന്ന് വരെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, അവിടെ നിന്ന് അങ്ങനെ സ്വർണ്ണപ്പാളി പുറത്ത് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞവർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് പറഞ്ഞവർ, വാസു സത്യസന്ധനാണെന്ന് പറഞ്ഞവർ, ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ ആരെയാണ് ഇവർ സംരക്ഷിക്കാൻ ശ്രമിച്ചത്? ഇങ്ങനെ ഒരു കൊള്ള മറച്ചു വെക്കാൻ ശ്രമിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു? അയ്യപ്പ സംഗമം നടത്തി ഈ കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയ്യപ്പ സംഗമം തന്നെ നടത്തിയത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും വിശ്വാസികൾ CPMനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. CPMന് കടുത്ത തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാകും വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
ഒരു കാര്യം കൂടി, ഇപ്പോൾ എം വി ഗോവിന്ദൻ, അതായത് പാർട്ടി സെക്രട്ടറി അടക്കം ഈ കേസിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ വരുന്ന കേസിൻ്റെ പുരോഗതിക്കനുസരിച്ച് തീരുമാനമെടുക്കാമെന്ന് മാത്രമാണ് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതിയാക്കപ്പെട്ട, അറസ്റ്റിലാക്കപ്പെട്ട ഒരാളെ തള്ളിപ്പറയാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ, ആ സർക്കാർ നിയോഗിച്ചൊരു SIT, അത് എത്രത്തോളം ഈ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു സമ്മർദ്ദത്തിൻ്റെതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ ഒരുപക്ഷെ എങ്ങനെ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമോ? അല്ല, SIT-യിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. കോടതിയാണ് ഇവരെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോടതിയോട് ഇവർക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ആ കാര്യം അതിൽ മാത്രമാണ് നമ്മുടെ ഒരു ആശ്വാസം, നമ്മുടെ ഒരു വിശ്വാസം അവിടെയാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഈ പിണറായി വിജയൻ്റെ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡൊന്നും ഉള്ള ആൾക്കാരല്ല അവർ. അപ്പോൾ അത് അവർ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ വിഷയത്തിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനകം തന്നെ അവർ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഞങ്ങൾ പരിശുദ്ധരാണ്, ഞങ്ങളുടെ കൈ ശുദ്ധമാണ്, ഞങ്ങളുടെ മടിയിൽ കനമില്ല എന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ്. ഇതിനകത്ത് ഈ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ, ഈ കൊള്ള മറച്ചു വയ്ക്കുന്ന കാര്യത്തിൽ, ഈ കൊള്ളക്കാരെ അവിടെ നിയോഗിക്കുന്ന കാര്യത്തിൽ ഒക്കെ CPM നേതൃത്വത്തിനാണ് ഉത്തരവാദിത്വം എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുന്നു. ഇതിൽ നിന്നും CPM നേതൃത്വത്തിന് കൈകഴുകി രക്ഷപ്പെടാനാവില്ല. തീർച്ചയായിട്ടും നന്ദി. ഈ വിഷയത്തിൽ പത്മകുമാറിൻ്റെ ഈ അറസ്റ്റോടുകൂടി ഒരു രാഷ്ട്രീയ ഇടപെടൽ, അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലേക്ക് ഇടപെട്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിലേക്ക്, രാഷ്ട്രീയ കള്ളന്മാരിലേക്ക് കൂടി അന്വേഷണം, അതിലേക്ക് കൂടിയുള്ള ഒരു വാതിൽ തുറന്നിരിക്കുകയാണ് എന്നാണ് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നത്. കൂടുതലും ഈ വിഷയത്തിലെ പൂർണ്ണമായിട്ടുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, ഈ കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രവർത്തകരിലെ രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഈ അറസ്റ്റിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹിന്ദു ഐക്യവേദി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇത് അയ്യൻ്റെ വിജയം തന്നെയാണ്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ അറസ്റ്റ് SIT നടത്തിയത് ശ്ലാഘനീയമാണ്. പക്ഷേ CPM നേതൃത്വത്തിൻ്റെ നിലപാട് അത് പ്രഹസനമാണ്. യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പത്മകുമാറിൻ്റെ അറസ്റ്റ് ഒരു നടപടിക്രമം മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് CPM നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒപ്പം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. CPM രാഷ്ട്രീയ നേതൃത്വമാണ് ഇനി ഉത്തരം പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. മിഥുനയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.